റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോഴിക്കോട് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക ചോർന്നു. തിരുവള്ളൂർ, നാദാപുരം, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വോട്ടർ പട്ടിക ചോർന്നുവെന്ന മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. CPM പ്രാദേശിക നേതൃത്വങ്ങളുടെ കയ്യിൽ വോട്ടർ പട്ടിക ഉണ്ടെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കുമെന്നുള്ള ആരോപണം. ചോർന്ന കരട് വോട്ടർ പട്ടികകൾ റിപ്പോർട്ട് TVക്ക് ലഭിച്ചു. സുനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ് തോമസ്, ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റമാണ് വോട്ടർ പട്ടികയുടെ കരട്. അത് തയ്യാറാകുന്നതിന് മുൻപ് അത് എങ്ങനെയാണ് വിവിധ പാർട്ടി നേതാക്കളുടെ കൈകളിലേക്ക് കിട്ടുക? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പ്രധാന പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിനു ശേഷം സുനോജിലേക്ക് മടങ്ങാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് എല്ലായിടത്തും CPM പ്രവർത്തകരുടെ പക്കൽ ഈ കരട് പട്ടിക കാണുന്നുണ്ട്. അതായത് വലിയൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാർഡിലും ആരൊക്കെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവശേഷിക്കുന്നവരെ ചേർക്കുന്നതിനുള്ള ഡാറ്റ ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പൊതുജനങ്ങൾക്ക് പട്ടിക ലഭ്യമാവാത്തൊരു സാഹചര്യമാണ്. സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ, ഇപ്പോൾ ഈ കരട് വോട്ടർ പട്ടിക ചോർന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പരാതി. ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമാണ്. ചില 3 പഞ്ചായത്തുകളിലെ പ്രാദേശിക CPM നേതൃത്വത്തിന്റെ കൈകളിലാണോ ഈ വോട്ടർ പട്ടിക ചോർന്നു കിട്ടിയത്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അത് കഴമ്പുള്ള പരാതിയാണ്. ആ ചോർന്ന കരട് വോട്ടർ പട്ടികയാണ് റിപ്പോർട്ടർ TVക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. 3 പഞ്ചായത്തുകളിലെ പേരെടുത്ത് പറയുന്ന തിരുവള്ളൂർ, നാദാപുരം, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് റിപ്പോർട്ടർ TVക്കും ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 4-ാം തീയതിക്കുള്ളിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ 4-ാം തീയതിക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലി പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെ തയ്യാറാക്കി വെച്ച പട്ടികയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ ആ പഞ്ചായത്തിലെ സെക്രട്ടറി തന്നെയാണ് നാദാപുരത്തെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത്. അങ്ങനെ 2 പഞ്ചായത്തിൽ നിന്ന് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു പോയിട്ടുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തും LDF ഭരിക്കുന്നതാണ്. അവിടെ നിന്നും ഈ പട്ടിക പുറത്തു പോയിട്ടുണ്ട്. ഈ പട്ടിക ലഭിച്ചാൽ മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ വോട്ടുകൾ ചേർക്കാനും ഏതെങ്കിലും വോട്ടുകൾ ഒഴിവാക്കാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റ് CPM നേതാക്കൾക്ക് ചോർത്തി നൽകിയെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസും ലീഗും ഉന്നയിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം തന്നെ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പരാതി നൽകിയിരിക്കുന്നു. അരുൺകുമാർ.